तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के तेरी अखी का इशारा मुझे बहुत लगे तू तो मजनू आवारा माय गॉड लगे और सस्ते वादे खा के अपनी पॉकेट मनी बचा के आया तेरे लिए पैसे वैसे तोड़ छाड़ के घर वालों को भी गाय जाए बोल बाल के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के Winners of Season 3 powered by Global Educational Consultants. ഞങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, ഇനിയിപ്പോ നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറയാം. പറ, നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലാണ്. Yes, പോവാം. Come on. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുളി തുളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിട്ടിയടിച്ചാട്ടേ മഴ തുള്ളി തുള്ളിച്ചാട്ടേ ഇടിമിന്നലെറിഞ്ഞാട്ടേ മകരം മഞ്ഞാടയാ മുത്തിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hi biggie 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 love you baby Yes. യുവജനോത്സവം സീസൺ 3 ഇന്ന് കൊല്ലത്താണ്. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലാണ്. Yes. ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് ഇവർ പറഞ്ഞത് വലിയ വിലക്കയറ്റമാണ് നാട്ടിൽ. പക്ഷേ ശമ്പളം വരുമാനം ഇതൊന്നും കൂടുന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം, തേങ്ങയുടെ വിലക്കയറ്റം, അതുപോലെ തന്നെ പെട്രോൾ, എല്ലാത്തിനും വില കയറുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയുന്ന സാലറി 15 രൂപ 12 രൂപ എന്നൊക്കെയാണ്. ഇനി അതും പോരാഞ്ഞിട്ട് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഫ്രഷേഴ്സും കൂടെ ആണെന്നുണ്ടെങ്കിൽ അതും തരാൻ പറ്റത്തില്ല. 15,000 രൂപ എക്സ്പീരിയൻസ് വേണം. ആരെയും ജോലി എന്നറിയില്ല എക്സ്പീരിയൻസ് ഉണ്ടാവത്തുള്ളൂ. എത്ര നാളായി ഈ ഒരു വിലക്കയറ്റം നമ്മളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയിട്ട്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓണത്തിന് കുറച്ച് 2-3 മാസം മുന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ തേങ്ങ അതുപോലെ വെളിച്ചെണ്ണ അത്തരത്തിലുള്ള എങ്ങനെയാ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒരു വില എങ്ങനെയാ? 400-500 മുകളിലാണ് വെളിച്ചെണ്ണയുടെ വില. തേങ്ങയ്ക്ക് അതുപോലെ തന്നെ നല്ല വിലക്കയറ്റമുണ്ട്. കേരനിരകളാടും ഹരിതചാരു തീരെന്ന് പാടിക്കൊണ്ടിരുന്ന നമ്മുടെ കേരളങ്ങളുടെ സ്വന്തം നാടായ കേരളത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാടാൻ മാത്രമേ തേങ്ങയുള്ളൂ. പാടാൻ മാത്രം തേങ്ങ, കഴിക്കാനോ വാങ്ങാനോ തേങ്ങ ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഈ പറയുന്ന നമ്മുടെ കർഷകർക്ക് അതിന്റെ നേട്ടം വല്ലതും ഉണ്ടാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കർഷകരുടെ നിന്ന് വാങ്ങുന്ന വിലയുടെ 10 ഇരട്ടി 20 ഇരട്ടിയൊക്കെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ വരുമ്പോൾ അതിന്റെ വില. അപ്പൊ നമ്മുടെയൊക്കെ പറമ്പിൽ തെങ്ങും തേങ്ങയൊന്നും ഇല്ലേ ഇപ്പൊ ഒന്നും പോയി? ഇല്ലല്ലോ. നമുക്ക് ഒരു പറമ്പ് 2 സെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്പോഴേ വീട് വെക്കത്തില്ലേ? പിന്നെ ഇവിടെ തേങ്ങ വെക്കാൻ സ്ഥലം. പറമ്പ് ഒരു കൃഷി എന്ന് പറഞ്ഞൊരു സാധനത്തിനോട് താല്പര്യമില്ല, ഇല്ല, ആർക്കും ഇല്ല. കൃഷിയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് സ്ഥലത്തിന്റെ പരിമിതി. അപ്പൊ ഈ സ്ഥലത്തിന്റെ പരിമിതി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഹൈഡ്രോപോണിക്സ്. അതായത് ഇപ്പൊ വീട് വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ഉണ്ടാക്കില്ലേ, അതായത് വെർട്ടിക്കലായിട്ട് സ്ഥലം ഉണ്ടാക്കുന്നത്. അതൊക്കെ തന്നെ കൃഷിയും നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വെള്ളത്തിൽ തന്നെ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് അതിനാവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് വളർത്താം. അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഷ് ടാങ്ക്, അപ്പൊ അതിലെ മീനിലെ ഫീസിസ് നമ്മുടെ അമോണിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കൃഷിക്ക് ചെടികൾക്ക് വളരാൻ വേണ്ടി നല്ലൊരു പോഷകമായിട്ടൊരു പരിപാടിയാണ്. ഇൻകം നമുക്ക് ആ വഴിയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ടെക്നിക്സ് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റീൽസ് ആയാലും കാണുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കുട്ടികളാണ്. എത്ര ആശങ്കയുണ്ട് ഇക്കാര്യത്തില്, സാലറിയുടെ കാര്യത്തിലൊക്കെ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഈ MBA കയറുന്ന മുന്നേ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫ്രഷറായിട്ട്, വെബ് ഡെവലപ്പറായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സാലറിയുടെ കാര്യത്തിൽ തന്നെ ജെൻഡർ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ഇന്റേൺസ് ആയിട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ ഉള്ളൂ. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് അവരത്ര എക്സ്പീരിയൻസ് നമുക്ക് കാണത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ജെൻഡർ ഇത് വെച്ചിട്ട് അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിയോ? താളം തെറ്റും. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. നമ്മളൊരു ബഡ്ജറ്റ് ഓൾറെഡി നമ്മൾ വിചാരിച്ചേക്കും, ശരി ഇത് കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് മൊത്തത്തിൽ. അതാണ്. അപ്പൊ വില കൂടി വിലക്കയറ്റെന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. വില കുറഞ്ഞതായിട്ട് എന്തെങ്കിലും കേട്ടോ ഈ അടുത്ത കാലത്ത്?
ഇല്ല ഇതുവരെ ഒന്നും കേട്ടില്ല. ഇല്ല. വില കൂടിയെന്ന് എന്തൊക്കെ കേട്ടു? ഈ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി, വെളിച്ചെണ്ണ, അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങൾക്കും ഇപ്പൊ വില കൂടിയാണ് വരുന്നത്. സാലറി കൂടുന്നില്ല, പറഞ്ഞ പോലെ തന്നെ സാലറിയും വരുമാനം ഒട്ടും കൂടുന്നില്ല. ഈ GST ബാർ താഴ്ത്തിയത് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ അപ്പോ? GST ബാർ കുറഞ്ഞതിൽ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മാർക്കറ്റിൽ ഇതുവരെ ഞാൻ അങ്ങനെ അവൈലബിൾ ആയിട്ട് കണ്ടില്ല. അത്രയും മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ലേ? മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പോകുന്ന ഒരു വ്യക്തിയല്ല, ബട്ട് പോയ സമയത്തൊന്നും അത്ര ഒരു വിലക്കുറവായിട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ MBA സ്റ്റുഡൻസിനെ കുറിച്ച് കൂടുതൽ ഈ GST കുറിച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ആരാണ് MBA? നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്ട്സിനൊന്നും ഇതുവരെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആ പരിഷ്കരണം വരുന്നതിന് മുമ്പ് എത്ര റേറ്റ് ആണോ അതിൽ അധികം മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വെഹിക്കിൾസിന്റെ ഒക്കെ കാറ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം റേറ്റ് നല്ലതായിട്ട് ഡിക്രീസ് ചെയ്യും. ഇതിനൊരു റെഗുലേറ്ററി ബോർഡ് ഉണ്ടാവും, ഇത് മോണിറ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്നുണ്ടോ? ക്ലിയർ ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വന്നു എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഈ കാരണം സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ പഴയ വിലയും പുതിയ വിലയും പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാണുന്നില്ല. കാണുന്നില്ല, അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. ഒരു സംഭവം ഇല്ല സത്യത്തിൽ. അപ്പൊ ശരിക്കും ആരാരെയാണ് പറ്റിക്കുന്നത്? പറ്റിക്കപ്പെടുന്നത് നമ്മളാണ്, കൺസ്യൂമേഴ്സ് ആണ്, അതിൽ സംശയമില്ല. നമ്മൾ തന്നെ ടാക്സ് കൊടുത്തോണ്ടേയിരിക്കുന്നു. പഴയ ടാക്സ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഈ ടാക്സ് കുറച്ചതിൽ എന്താണ് ഗുണം? കുറച്ചിൽ ഇനി റിഫ്ലക്ട് ചെയ്യുമായിരിക്കാം. സിനിമ ടിക്കറ്റുകളുടെയൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അവിടെ ആകുന്നത് 120 രൂപ ടിക്കറ്റ് ആവുന്നത്. പക്ഷേ അത് അവർ 5 രൂപ കുറഞ്ഞു. ഒരു 115 എനിക്ക് ടിക്കറ്റ് കിട്ടും. അപ്പം അങ്ങനെ GST റേറ്റ് കുറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആമിന പറഞ്ഞതിലോട്ട് വെഹിക്കിളിന്റെ അതൊരു നല്ലൊരു ഇതായിരുന്നു. വാഹനങ്ങളുടെ വില കുറഞ്ഞത് അവർ കൃത്യമായിട്ട് പരസ്യം ചെയ്ത് നമ്മൾ അറിയിച്ചിരുന്നു. മറ്റു സാധനങ്ങളുടെ വില കുറഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ അറിയും? മറ്റ് സാധനങ്ങളുടെ വില കുറഞ്ഞു എന്ന് പറയാൻ നമ്മൾ ആ കുറഞ്ഞത് ഏതൊക്കെയാണോ ബഡ്ജറ്റിനകത്ത് അതിനകത്ത് അന്ന് ഇട്ടേ അതിന്റെ നമ്മൾ കറക്റ്റ് ഒരു ഇത് വരണം. യെസ്. അപ്പോൾ ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആർക്കിടെക്ചർ കോഴ്സുകളൊക്കെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്. ഇപ്പോഴും എന്താണ് ഈ ഒരു കോഴ്സ്, ഇതെന്താണ് ഈ ഒരു സംഭവം എന്ന് മനസ്സിലാകാത്തവരാണോ കൂടുതലും? അതെ, നമ്മുടെ കേരളത്തിൽ പൊതുവെ ആർക്കിടെക്ചർ എന്താന്ന് മിക്കവർക്കും അറിയത്തില്ല. ഞാൻ ഈ കോഴ്സ് പഠിക്കുന്നത് ഇപ്പം ഞാനൊരു 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്, ആർക്കിടെക്ചർ പഠിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ തൊട്ടേ എൻ്റെ വീട് അവിടെ അടുത്താണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ബസ് കയറി വരുമ്പം എൻ്റെ ആ ഒരു ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ യൂണിഫോം ഇട്ട് വരുന്നത്. അപ്പം എനിക്ക് ST കിട്ടാൻ വരെ ആദ്യം പാടായിരുന്നു, ID കാർഡ് കിട്ടുന്നതിന് മുന്നേ. ആൾക്കാർക്ക് അറിയത്തില്ല ഇത് യൂണിഫോം. എൻ്റെ അടുത്ത് തുണിക്കടയിൽ ജോലിയാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. യൂണിഫോമിന്റെ പ്രശ്നമാണോ? യൂണിഫോമിന്റെ പ്രശ്നമാണോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്താണ് ആർക്കിടെക്ചർ കോഴ്സ്? പൊതുവെ കേരളത്തിൽ പറയുന്നത് ആർക്കിടെക്ചർ പഠിക്കുക, ആർക്കിടെക്ട് ആണെന്ന് പറയുമ്പോൾ പ്ലാൻ വരച്ചു കൊടുക്കുന്നവരല്ലേ, വീടിന്റെ പ്ലാൻ വരച്ചു കൊടുക്കുന്നവരാ. ആ ഒരു സംഭവത്തിലേക്ക് ഒതുങ്ങി പോവാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം. അതായത് നമ്മളൊരു വീട് മാത്രമല്ല, അതിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവട്ടെ, റെസിഡൻഷ്യൽ ആവട്ടെ, ഒരു അപ്പാർട്ട്മെന്റ് ആവട്ടെ, എന്ത് പണിഞ്ഞാലും അതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും അല്ലെങ്കിൽ പൊതുവെ അതിന്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസും കോണ്ടൂറും ഈ വക സംഭവങ്ങളെല്ലാം പഠിച്ചിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ പുറമെ നിൽക്കുന്ന ഒരു ക്ലയന്റിന് അയാൾ വന്നിട്ട് ഇപ്പം ഒരു വീട് പണിയണം എന്ന് പറയുമ്പം നമുക്കതൊരു വലിയ പണിയാണ്. പുറമെ ആൾക്കാർക്ക് കാണുമ്പം ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന ആൾ അങ്ങനെ ഒരു മിസ്കൺസെപ്ഷനിലേക്ക് പൊതുവെ ഒതുങ്ങി പോവാണ്. ബിൽഡിങ്ങുകൾ ഉയർന്നു പൊങ്ങുകയാണ്. എത്രത്തോളം നമുക്ക് ഗ്രീൻ ആയിട്ട് ഒരു ബിൽഡിങ്ങിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ക്ലൈമറ്റ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സ്പേസ്, ഇപ്പം മാം പറഞ്ഞ പോലെ സ്പേസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ സ്പേസ് മനസ്സിലാക്കി അവിടുത്തെ സ്പേസിൽ എത്രത്തോളം ആ ഒരു യൂസറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു യൂസർ ഗ്രൂപ്പാണ് നമുക്ക് ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്പേസ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രമല്ല ബിൽഡിംഗ് എന്ന് പറയുമ്പം. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് തന്നെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇമോഷൻ. അതായത് നമുക്കൊരു യൂസ് ചെയ്യുന്ന ആൾക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്യാനും അതൊരു ലിവിങ് ഒരു സ്പേസ് ആണ്. അപ്പം അത്രത്തോളം അത് ലൈഫ് ഉള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ സസ്റ്റൈനബിലിറ്റി ആർക്കിടെക്ചറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരു യൂസർ ഗ്രൂപ്പ് മാത്രമല്ല, ബിൽഡിംഗ് മാത്രമല്ല, സൈറ്റ് അല്ല, ഇതല്ലാതെ കൂടാതെ സർവീസസ് ആണെങ്കിലും എൻവയൺമെൻറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ആ ഒരു സ്പേസിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്ലൈമറ്റ് കോണ്ടെക്സ്റ്റ് ആക്കി മനസ്സിലാക്കി എൻവയൺമെൻറ്റ് ബേസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്താലേ നമുക്ക് അത്രത്തോളം ആ ഒരു സ്ട്രക്ചർ പൂർണ്ണമായിട്ടൊരു കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റത്തോളം. ഈ ഉപഭോക്താക്കളുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതും ഒരു ഫാക്ടറാണ്. കാരണം മിക്കവരും ആർക്കിടെക്ട്സിനെ അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെ പറയുന്നത് ആർക്കിടെക്ട്സിന് ചാർജ് കൂടുതലാണെന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല. കാരണം ഒരു ആർക്കിടെക്ചർ പഠിക്കുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് അവരുടെ കാര്യങ്ങൾ, അവർക്ക് ഇപ്പോൾ എത്രത്തോളം കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ഇത്രയും ചെറുതാണെങ്കിലും എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് സ്പേസ് ഡിസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ബഡ്ജറ്റ് നമ്മൾ കൺസ്ട്രെയിൻഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡിസൈനിലോട്ട് പോകുന്നത്.
ഇപ്പോൾ ഒരു വലിയ സൈറ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം അവരുടെ ആവശ്യം പോലെ. ഇപ്പോൾ ചെറിയ സൈറ്റ് ആണെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ലിവിങ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടായിരിക്കും ആർക്കിടെക്റ്റ് പോകുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചാർജ് കൂടുതലല്ല. ടൗൺ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ ഇത്രയും ആളുകൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പെട്ടെന്ന് അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ ബെറ്റർ ആകുമ്പോൾ അവിടേക്ക് വരികയാണ്. അപ്പോൾ അത് എത്രമാത്രം സസ്റ്റൈനബിൾ ആക്കി ആ ഒരു ടൗണിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ? ഇപ്പോൾ അർബനൈസേഷൻ ഓൾ ഓവർ ഇന്ത്യ തന്നെ കൂടെയാണ്, ഇവൻ കേരള അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ സർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് അവൈലബിലിറ്റി ഒരിക്കലും കൂടുന്നില്ല, പോപ്പുലേഷൻ കൂടുകയാണ്. സോ ഇതിനൊക്കെ മാനേജ് ചെയ്ത് വെൻ വി ടോക്ക് അബൌട്ട് ആർക്കിടെക്ചർ ഇൻ ദിസ് ഫീൽഡ്, ആ ഉള്ള സ്ഥലത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുന്നതാണ് ആർക്കിടെക്റ്റിൻ്റെ അവിടെ ജോലി. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ സ്ലം പോപ്പുലേഷൻ, അർബൻ ഡെൻസിറ്റി കൂടിയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം അവരിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ കരിമാടൻ കോളനിയൊക്കെ അങ്ങനത്തെ കോളനീസൊക്കെ, അപ്പോൾ അവരുടെ ഒരു ലിവിങ് കണ്ടീഷൻസ് ഫ്രം വാട്ട് ദാറ്റ് മീൻസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന ക്രോസ്വേർഡ് ആർക്കിടെക്ട്സ്. സോ നമ്മളിപ്പം നോർമൽ ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് കൊടുത്താൽ ദേ ക്യാൻ ജസ്റ്റ് ബിൽഡ് എ സ്കൈ സ്ക്രേപ്പർ, ഒരു ക്യൂബ് ഉണ്ടാക്കി വെച്ചാൽ വി ക്യാൻ അക്കോമഡേറ്റ് ഓൾ ദിസ് പീപ്പിൾ ദർ. ബട്ട് അതല്ല ഒരു ലിവിംഗ് എന്ന് വെച്ചാൽ, ഒരു ഹൗസിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ റൂം, ഇറ്റ്സ് അബൌട്ട് ദർ അവരുടെ ലൈവ്ലിഹുഡ്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അതിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു പ്ലാനിങ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ആർക്കിടെക്റ്റിന്റെ റോൾ അവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ടൗൺ പ്ലാൻഡ് ആണ്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഗതാഗത കുരുക്കുകളില്ലാതെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു ടൗൺ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സ്റ്റാർട്ടിങ് ഫ്രം മാസ്റ്റർ പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു 10 ഇയേഴ്സിൻ്റെ വിഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, പൊട്ടൻഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടോട്ടൽ മീൻസ് ഫൈനൽ സോണിങ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മാറ്റണോ, അത് മാറ്റിയിട്ട് അതിനെ എങ്ങനെ നമുക്ക് മീൻസ് ടോട്ടലി ഇറാഡിക്കേഷൻ നടക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതിനെ മാറ്റിയിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് പ്രോപ്പർലി ഒരു ടൗൺ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ചണ്ഡീഗഡ് ആയാലും ഇറ്റ് വാസൻറ്റ് ഇനീഷ്യലി പ്ലാൻ ഫോർ ദിസ് 21st ജനറേഷൻ, ബട്ട് ഇറ്റ് സ്റ്റിൽ സസ്റ്റെയിൻസ് ടുഡേ ബിക്കോസ് ആ ഫ്യൂച്ചറിൻ്റെ ആ പൊട്ടൻഷ്യൽ കണ്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്തത്. സോ ഇപ്പോഴത്തെ കാലത്തായാലും നമ്മളിപ്പം എറണാകുളത്ത് നോക്കിയാലും ബിൽഡിങ്സ് പൊളിക്കുന്നു. വൈ ഇസ് ഇറ്റ്? ബിക്കോസ് നമ്മൾ അവിടെ സോണിങ്സ് നോക്കിയിട്ടില്ല, സെറ്റ് ബാക്സ് നോക്കിയിട്ടില്ല, കൺസിഡറേഷൻസ് കൊടുത്തിട്ടില്ല ഹൗ ഇറ്റ് വിൽ എഫക്ട് ദാറ്റ് എൻവയൺമെന്റ്. അപ്പം വെൻ വി കൺസിഡർ ആർക്കിടെക്ചർ, നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുന്നത് തന്നെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് എങ്ങനെ ആ സൈറ്റിനെ അത് എഫക്ട് ചെയ്യും. സോ ഒരു കറന്റ് ടൈമിൽ നമുക്ക് തോന്നും ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ബട്ട് ഫ്യൂച്ചറിലാണ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് കാണാൻ പോകുന്നത്. ഫ്ലഡ് വന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ആർക്കിടെക്ചറിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഇങ്ങനെ പണിഞ്ഞു വെച്ചതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. ഇതൊരു ഒറ്റ ഫാക്ടർ കൊണ്ടല്ല എന്നാണ് ഫ്ലഡ് നടന്നത്. ദർ ആർ ലൈക്ക് വേരിയസ് എൻവയൺമെന്റ് ഫാക്ടർ ദാറ്റ് റിലേറ്റ്സ് ടു ഇറ്റ്. അപ്പൊ ഇതെല്ലാത്തിനും ഐഡന്റിഫൈ ചെയ്തുള്ള ഒരു സൊല്യൂഷൻ ആണ് ആസ് എൻ ആർക്കിടെക്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് ആ ഹൗസിംഗ്, അവിടെ നടന്ന വേറെ എൻവയൺമെന്റൽ ലൈക്ക് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇഷ്യൂസിനൊക്കെ അഡ്രസ് ചെയ്തപ്പോഴാണ് നമുക്ക് റിയൽ ഇഷ്യൂസ് ബിഹൈൻഡ് ദ ഇൻസിഡന്റ് കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഓവർലുക്ക് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റെയിൻഫോൾ എന്ന് പറയാം, ബട്ട് അതിന്റെ അണ്ടർമൈനിങ് ഫാക്ടേഴ്സ് അതൊക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ആർക്കിടെക്ചർ വേണം, എൻവയോൺമെന്റ് വേണോ, വികസനം വേണോ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ഉത്തരം, ഒരു ആർക്കിടെക്ട് സ്റ്റുഡന്റ് ഒരു ഉത്തരം എന്തായിരിക്കും? അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എങ്ങനെ ഒരു കറക്റ്റ് രീതിയിൽ ഫ്യൂച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ വികസനം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ ഡെവലപ്മെന്റ് ആണ്. സോ വി കാൺ കോംപ്രമൈസ്. നമുക്കിപ്പോൾ ഉള്ള സാധനം നമുക്ക് ഡിസ്ട്രോയ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഡെവലപ്പ് വിത്തിൻ അവർ സെൽസ്. സോ ഇപ്പോൾ ഉള്ള സാധനത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ എന്താ ക്വാളിറ്റി കൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കേണ്ടത്. ഇപ്പം ഈ ഭൂമി കുലുക്കമൊന്നും നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ അടുത്ത് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആർക്കിടെക്ചറിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളെ എങ്ങനെ നമ്മൾ നേരിടും? ഇവിടെ ബേസിക്കലി വരുന്നത് സാധാരണ ബിൽഡിങ്സ് അങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല. ലൈക്ക് ഇപ്പോൾ വയനാട് നോക്കിയാൽ അവിടെ ഫ്ലഡ് ഇതൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ബിൽഡിങ്സ് വരുമ്പോൾ അതിനുള്ള റെസിസ്റ്റൻസ് ആയിട്ടല്ല ആൾക്കാർ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ റൂൾസ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ലൈക്ക് സിമെട്രിക്കൽ ബിൽഡിങ്സ് ആയിരിക്കണം, അങ്ങനെ കുറച്ച് റൂൾസ് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. ലൈക്ക് പക്ക അതിനെ ചെയ്യാൻ പറ്റുന്ന റിസിലിയൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് നമ്മൾ അതുവരെ ചെയ്തിട്ടില്ല. ഇതുപോലുള്ള നാച്ചുറൽ കലാമിറ്റീസിനെ എങ്ങനെയാണ് ആർക്കിടെക്ചറിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? പല ഡിസാസ്റ്ററിനും പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം ഫ്ലഡ് ആണെങ്കിൽ ലൈക്ക് നമുക്ക് പല രീതി ചെയ്യാൻ പറ്റും. ലൈക്ക് ഫ്ലഡ് വരുമ്പോൾ ബിൽഡിംഗ് പൊങ്ങുന്ന രീതി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പലതിനും പല സൊല്യൂഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ലൈക്ക് ഇതിനുള്ള റിസർച്ചും അങ്ങനെ പല രീതി ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക്
ഒരു നോർമൽ ആർക്കിടെക്ട് ഇത് ഡിസൈൻ ചെയ്യുന്നതും ഇതിനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.